ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എണീച്ച് ഇനി എന്താ ബ്രഷ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ഖത്തർ വ്ളോഗാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ റെഡിയായി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഹോട്ടലിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ. സ്ട്രാറ്റോ എന്നാണ് ഹോട്ടലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാം. നമ്മൾ പോയ സമയത്ത് വലിയ ചൂടൊന്നുമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മെട്രോയിൽ പോയി. അപ്പോൾ അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അലാറം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, മെട്രോ സ്റ്റേഷനിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് പകരം ബ്രഞ്ചാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഹോട്ടലിൽ തിരിച്ചു വന്നതിന് ശേഷം കാറൊക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളപ്പോൾ സൈഡ് ഹസ്ബൻഡിൻ്റെ 2 കസിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ പ്ലേസ് ഇതായിരുന്നു. ഇതിൻ്റെ നെയിം എനിക്ക് എത്രയായിട്ടും ഓർമ്മ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാർക്കിലോട്ടാട്ടോ പോയത്. ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയുള്ള, എനിക്കൊരു ഊട്ടി ഫീലൊക്കെ വന്നു അവിടെ പോയപ്പോൾ. ക്ലൈമറ്റും സെയിം ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാർക്കിൽ പോയി. ഞാൻ പാർക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുല്ലിന് നനവുണ്ട്. എൻ്റെ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് നനഞ്ഞു. പിന്നെ ദേ സൈഡിൽ ചെറുതായിട്ടൊരു അരുവി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. പിന്നെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അടിപൊളിയായിട്ടാണ്. കാരണം ഈ ഒരു അരുവിയിൽ കല്ലൊക്കെ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ആക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്, ലുസൈൽ പെഡസ്ട്രിയൻ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന്. പിന്നെ ഇതിൻ്റെ വ്യൂവും നൈസായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയുള്ള ഡിസ്കഷൻ ലഞ്ച് എവിടുന്ന് കഴിക്കും, എന്ത് കഴിക്കും എന്നുള്ളതായിരുന്നു. ലാസ്റ്റ് സദ്യ എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. ബിക്കോസ് കുറേ ദിവസമായി ചോറൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതേ പോവുകയാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, അതൊരു 2022 എന്നുള്ള നമ്പേഴ്സിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഭയങ്കര ഒരു ഖത്തർ, നമ്മൾ റോഡിൽ പോകുമ്പോൾ നമുക്കൊരു അട്രാക്ഷനായി തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ ഒരു മാളിലാണ്, വിലാജിയോ മാളിലാണ് നെയിം വരുന്നത്. ഇതൊരു ഇറ്റാലിയൻ വൈബിലുള്ളൊരു മാളാണ്. ഇതിൻ്റെ സീലിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് പർച്ചേസിങ്ങൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലൊക്കേഷനിൽ പോയത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ടൈം പോകണതേ അറിയില്ല കേട്ടോ. കാരണം ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു പാർക്കിലാട്ടോ പോയത്. ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു പാർക്കാണ്. ഒരു നടുവിലായിട്ട് ഒരു പോണ്ട് പോലെയൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് കുറേ മീനും താറാവും അരയനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഇരുന്നതിന് ശേഷം നമ്മൾ പോയത് ഇവിടേക്കാണ്, ഓൾഡ് ദോഹ പോർട്ട് ഏരിയ ഇൻ ഖത്തർ. ഇവിടെ പറഞ്ഞാൽ മെയിനായിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇവിടുത്തെ ബിൽഡിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്ങും ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഷിപ്പും കാര്യങ്ങളൊക്കെ കാണായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഷിപ്പ് എടുത്തിട്ടില്ലല്ലോ, നമുക്ക് ഓപ്പോസിറ്റ് അവിടെ പോവാം. അങ്ങനെ നമ്മൾ കാർ എടുത്തിട്ട് ഷിപ്പിൻ്റെ അടുത്ത് പോയി. ഞാൻ ഇത്ര അടുത്തുനിന്ന് ഷിപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല വലിയൊരു ഷിപ്പായിരുന്നു. എനിക്കിങ്ങനെ അകത്ത് കയറാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് അത് ഓൾറെഡി നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. എത്രയോ ടൈം മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കാണാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഷിപ്പൊക്കെ കണ്ട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവുകയാണ്. പിന്നെ നമ്മൾ പോയത് ഒരു സൂക്കിലോട്ടാണ്. അവിടെ നമ്മൾ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫ്ലവർ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലവർ എക്സിബിഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് കയറി ഫ്ലവേഴ്സൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ കാര്യമായിട്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്, ലൈവായിട്ട് ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സ്വീറ്റ് ടൈപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂട്രൽ വെച്ചിട്ടുള്ള ഒരു സംഭവം വാങ്ങിയത്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. അപ്പോൾ ഇവരിത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചൂടോടെ നമ്മളെ കയ്യിൽ ആ ഒരു സ്വീറ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പെറ്റ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെറ്റ്സ്, പൂച്ചകളും തത്തകളും ഒക്കെ. ഞാൻ ജസ്റ്റ് കുറേ നേരം അവിടേക്ക് നോക്കി നിന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടിയും കണ്ടിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി. ഇനി നാളെ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. നാളെ രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പ്ലാനിലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ചാച്ചാ ബൈ.